കൂറുമാറി ഇത്രയും കാലം പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്നെല്ലാം വിട്ട് സ്ഥാനാർത്ഥിത്വം തേടിയവരുടെ എണ്ണം ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിരുന്നു. ഐഷ പോറ്റിയുണ്ട്, ജി സുധാകരനുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. ജി സുധാകരനൊക്കെ വലിയ വിവാദങ്ങൾ കുറെ നാളെ ഒരാഴ്ചയോളം വിവാദങ്ങളിൽ പെട്ട് അവസാനം UDF പിന്തുണയോടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. ഈ രീതിയിൽ നമുക്ക് മുന്നിൽ കുറെ ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഈ കളം മാറിയവരൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെ ഇവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ വെക്കാൻ പറ്റുമോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് ഈ കളം മാറിയവരുടെ പ്രായം നമ്മൾ മനസ്സിലാക്കാം. എല്ലാം ഒരു 75 മുകളിലേക്കാണ്. ഇപ്പൊ TK ഗോവിന്ദൻ മാസ്റ്റർ അടക്കം. അപ്പോൾ പലർക്കും പ്രായാധിക്യം ഇത്തിരി കൂടുതലുണ്ട്. അപ്പൊ പ്രായാധിക്യമുണ്ട്. അവർക്ക് CPM അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെയാണ് പലപ്പോഴും അവർക്കൊരു മനംമാറ്റം ഉണ്ടായത്. ഇപ്പം പ്രായത്തിന്റെ മാനദണ്ഡം 10-78 വയസ്സോളം ഉണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിന്. അപ്പം പ്രായപരിധി എന്ന് പറഞ്ഞാൽ CPM സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പം അതൊരു റിട്ടയർമെന്റ് ഏജ് എന്നുള്ള നിലയിലാണ് CPM മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ CPM സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നിന്ന് പുറത്തുപോയി അവർ മത്സരിക്കുന്നു. ഇപ്പൊ ഐഷ പോറ്റി ആദ്യത്തെ ചാട്ടം ചാടിയിരിക്കുന്ന ഐഷ പോറ്റിയാണ്. കാര്യം ഐഷ പോറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്മയം എന്ന് പറയാം. ആദ്യത്തെ വിസ്മയം ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുന്നതിന് മുമ്പ് ഐഷ പോറ്റി പറഞ്ഞ് ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു, പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നടക്കമുള്ള തീരുമാനം എടുത്ത് പാർട്ടിക്കാരിയെ അല്ല. ഐഷ പോറ്റി രാഷ്ട്രീയം മാറുന്ന സമയത്ത് ഐഷ പോറ്റി ഒരു CPM അല്ല, നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലായിരിക്കുകയാണ്. ഈ ഐഷ പോറ്റി നേരിട്ട് ഇതിന് മുൻപ് തന്നെ BJP ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. BJP പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി. പക്ഷേ ആ സമയത്താണ് ഈ വലിയൊരു വിജയം എന്ന് അവകാശപ്പെടുന്ന രീതിയിൽ ഒരു വിജയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ലഭിക്കുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇനി ഒരു ട്രെൻഡ് ഉണ്ടാകാൻ പോകുന്നു, ഒരു ഭരണവിരുദ്ധം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടാവുന്നു. ആ ട്രെൻഡിലൂടെ തനിക്ക് ഇപ്പം കോൺഗ്രസിലേക്ക് ചാടുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരല്ലേ, അപ്പോൾ അവർ 2 കൈ നീട്ടി ഐഷ പോറ്റി സ്വീകരിക്കും എന്ന് ഐഷ പോറ്റിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ടിട്ടാണ് ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് എത്തിക്കുകയും പിന്നീട് കൊട്ടാരക്കരയിൽ ഈ പറയുന്ന നമ്മുടെ ബാലഗോപാലിനെതിരായിട്ട് മത്സരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വിസ്മയം സംഭവിക്കുന്നു. അടുത്ത വിസ്മയം സംഭവിക്കുന്ന 78-കാരനായ ജി സുധാകരനിലാണ്. അപ്പൊ ജി സുധാകരനെ പോലെ അപ്പം തൊട്ടടുത്ത് അവർക്കൊരു വിസ്മയം സംഭവിച്ചു. അതിനു മുമ്പുണ്ടായിരുന്ന രശ്മി എന്ന് പറയുന്ന അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി ഇപ്പം കൊട്ടാരക്കരയിൽ BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അടുത്ത വിസ്മയം നടക്കുന്നത് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിലാണ്. ജി സുധാകരൻ ഏറെക്കാലമായി ഇങ്ങനെ നമുക്കറിയാം, ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജി സുധാകരന്റെ രാഷ്ട്രീയ മാറ്റമാണെങ്കിലും ഈ പറയുന്ന PK ശശിയുടെ രാഷ്ട്രീയ മാറ്റമാണെങ്കിലും സുരേഷ് കുമാർ എന്ന് പറഞ്ഞ മലമ്പുഴക്കാരന്റെ രാഷ്ട്രീയ മാറ്റമാണെങ്കിലും TK ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പുകാരന്റെ രാഷ്ട്രീയ മാറ്റമാണെങ്കിലും പയ്യന്നൂരുകാരനായ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയ മാറ്റമാണെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ പിന്നിൽ അവർക്ക് വേണ്ടത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ പലരെ എടുത്ത് വി കുഞ്ഞികൃഷ്ണനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പലർക്കും MLA ആയി ഒന്ന് നിൽക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മത്സരിക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരു ആശയം ഈ പറയുന്ന ഐഷ പോറ്റിയെയും നമ്മുടെ ഇദ്ദേഹത്തെയും ഒഴിവാക്കി നിർത്തിയാലുണ്ട്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഗോവിന്ദൻ മാസ്റ്റർക്ക് ആണെങ്കിലും വി കുഞ്ഞികൃഷ്ണനാണെങ്കിലും എല്ലാവരെയും സംബന്ധിച്ചും അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. VS കൂടെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുരേഷ് കുമാറിനും ആഗ്രഹം തോന്നാതിരിക്കില്ലല്ലോ. മലമ്പുഴ പോലെ ഒരു മണ്ഡലത്തിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കേണ്ട ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് സുരേഷ് കുമാറിനെ കൊണ്ടുവന്നിട്ടാൽ VS കിട്ടിയ വോട്ട് അവിടെ കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചത് UDF കിട്ടിയ മണ്ടത്തരമാണ്. അപ്പം ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഇവർക്കെല്ലാവരും ഇനി തോൽക്കുകയാണെന്ന് വെച്ചു. ഇവരിൽ ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. ജി സുധാകരൻ തന്നെ കഷ്ടിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ ഒരു വിജയം പലരും പറയുന്നുണ്ടെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നില്ല ജി സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു സ്വർഗീയ വിജയം നേടി MLA ആയിട്ട് വരുമെന്ന്. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ ജി സുധാകരൻ ഒരു മന്ത്രിയായി കുറഞ്ഞ പദവിയൊന്നും ജി സുധാകരൻ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ ജി സുധാകരൻ അതിൽ കുറഞ്ഞൊന്നും ജി സുധാകരൻ പ്രതീക്ഷിക്കുന്നുമില്ല. എങ്ങനെയെങ്കിലും മന്ത്രിയാവുക, ഒരു വട്ടം കൂടി മന്ത്രിയായിട്ട് മരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലാണ് ജി സുധാകരൻ നിൽക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം 78 വയസ്സുകാരനെ ഒരാളെ മന്ത്രിയാക്കുമ്പോൾ 83 വയസ്സാവും അദ്ദേഹം അടുത്ത മന്ത്രിസഭ മാറുമ്പോൾ. അപ്പം അതും ഈ പറയുന്ന UDF സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബർഡനായി മാറും. അത് UDF ഒരിക്കലും ജി സുധാകരനെ മന്ത്രിയാക്കില്ല. കാരണം ജി സുധാകരനെ മന്ത്രിയാക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രതിഷേധത്തെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ കോൺഗ്രസിന് നേരിടേണ്ടി വരും, UDF തന്നെ നേരിടേണ്ടി വരും. ജി സുധാകരന് മന്ത്രിസ്ഥാനം കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് ഒരു മന്ത്രിസ്ഥാനം അഡീഷണൽ കൊടുത്തുകൂടാ എന്നൊരു ചോദ്യം വന്നാൽ എങ്ങനെ പ്രതിരോധിക്കും?
വെറും സ്വതന്ത്രനല്ലേ ഇത്? അല്ല, ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളൊന്നുമല്ല. BJP-യുടെ വോട്ട് തനിക്ക് കിട്ടുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു നേതാവല്ലേ. അപ്പൊ അദ്ദേഹത്തിനെ എങ്ങനെ മന്ത്രിയാക്കണം? അപ്പൊ ജനകീയ സ്വതന്ത്രൻ, എന്നിട്ടും അതേ UDF-ന്റെ സ്വതന്ത്രം എന്നല്ല പറഞ്ഞത്, ജനകീയ സ്വതന്ത്രം എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാളല്ലേ. അപ്പൊ എങ്ങനെ ജി സുധാകരനെ പിന്നെ മന്ത്രിയാക്കുന്നതിനോട് ഈ പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ മുന്നണിക്കകത്ത് നിന്നോ ആരെങ്കിലും പിന്തുണയ്ക്കുമോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പിന്തുണ ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി ഐഷ പോറ്റി തോൽക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി എങ്ങനെ വിജയിച്ചു പോയാലോ? ഐഷ പോറ്റി ആഗ്രഹിക്കുന്നത് എന്താ? ഐഷ പോറ്റിക്ക് വളരെ സേഫ് ആയിട്ടൊരു മന്ത്രിസ്ഥാനം ഐഷ പോറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഈ മന്ത്രിസ്ഥാനം കൊടുക്കാഞ്ഞിട്ടാണല്ലോ ഐഷ പോറ്റി ഇത്തവണ UDF-ന് വേണ്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഐഷ പോറ്റിക്ക് മന്ത്രിയാവാനുള്ള ആഗ്രഹമുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ അവിടെയും പ്രതിസന്ധി ഉണ്ടാവും. ഇന്നലെ കോൺഗ്രസിലേക്ക് വന്നു കയറിയ ഐഷ പോറ്റിയെ പോലെ ഒരാൾക്ക് മന്ത്രിസ്ഥാനം വെച്ച് നീട്ടുമ്പോൾ ഇവിടെ മറ്റു പലരും അതിനകത്ത് അസ്വസ്ഥരായിട്ടുള്ളവരുണ്ട്. അപ്പം പിന്നെ ഇതൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ ഐഷ പോറ്റിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും? ജയിക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു സാധ്യത, ജയിക്കാൻ സാധ്യതയില്ല ഐഷ പോറ്റി. ഇനി വി കുഞ്ഞികൃഷ്ണന് കൊടുക്കണ്ട, മന്ത്രിസ്ഥാനം കൊടുക്കണ്ടെന്ന് വെച്ചു. പക്ഷെ ഒറ്റപ്പാലത്ത് നിന്ന് PK ശശി ജയിച്ചാൽ PK ശശിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. ഇത്രയും കാലം PK ശശിയുടെ തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കളിയാക്കിക്കൊണ്ട് നടന്ന കോൺഗ്രസ്സുകാരായിരിക്കും PK ശശിക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ PK ശശി മന്ത്രിസഭയിലേക്ക് എത്തുകയാണെങ്കിൽ മന്ത്രിസഭ മന്ത്രിയാക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സ്ഥാനം രാജിവെച്ചിട്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടത്. അപ്പൊ PK ശശിക്ക് കൊടുക്കേണ്ടി വരും. TK ഗോവിന്ദൻ മാസ്റ്റർ MLA ആയിട്ടിരിക്കും, MLA ആയിട്ട് തുടരും. വി കുഞ്ഞികൃഷ്ണൻ MLA ആയിട്ട് തുടരും. അപ്പൊ ഇവരെല്ലാവരും, പിന്നെ സുരേഷ് കുമാർ, ഒരു കാര്യമില്ല, സുരേഷ് കുമാർ MLA ആയിട്ട് തുടരും. എന്ന് വെച്ചാൽ ഇവർ ജയിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവര് TK ഗോവിന്ദൻ മാസ്റ്റർ, വി കുഞ്ഞികൃഷ്ണൻ, അതോടൊപ്പം പിന്നെ നമ്മുടെ അറിയാവുന്ന സുരേഷ് കുമാർ, ഇവരെല്ലാവരും ഒരു നിലവിൽ MLA-മാർ എന്നുള്ള നിലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. PK ശശിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും, നമ്മുടെ ജി സുധാകരന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും, ഐഷ പോറ്റിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത്രയും പേർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം, എന്നിട്ട് ഇവര് നിലനിർത്തിക്കൊണ്ടു പോകണം. ഇനി തോൽക്കുകയാണെന്ന് വെച്ചു, നിലവിൽ ഈ പറയുന്ന ആരുടെയും രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതായി പോകും എന്ന് പറയുന്ന യാതൊരു അവകാശവാദവും നമുക്കിതിനകത്ത് പറയാനില്ല. കാരണം ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ഒരാളാണ്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ CPM-ന്റെ മുതിർന്ന നേതാവ് എന്ന് പറയുന്ന ഒരു ഗണത്തിലേക്ക് വന്നതാണ്. ഇനി ഇതോടുകൂടി ജി സുധാകരന് ഈ പറയുന്ന തോറ്റു കഴിഞ്ഞാൽ കക്ഷത്തിലുള്ളതും പോവും, ഉത്തരത്തിലുള്ള എടുക്കാനും പറ്റിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർട്ടി നിലവിൽ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. CPM പോലെ ഒരു പാർട്ടിയിൽ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അവർക്ക് കിട്ടേണ്ട ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്ന മുദ്രാവാക്യം പോലെ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് വിളിക്കേണ്ടതാണ് ഈ മനുഷ്യനെ കുറിച്ച്. ആലപ്പുഴക്കാരെല്ലാം ഒരുമിച്ച് നിന്ന് വിളിക്കേണ്ടതാണ്. പക്ഷെ ഇനിയും ആ വിളി കേൾക്കാനുള്ള യോഗ്യത ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനില്ല. സഖാവെന്ന് പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. ഇനി അങ്ങനെ ഇത് ഉണ്ടാവില്ല. തോറ്റു കഴിഞ്ഞാൽ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് സത്യത്തിൽ ഇപ്പം UDF-ന് വേണ്ടാത്ത ഒരാളായി മാറും. നിലവിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് അംഗത്വം ഇല്ല. അപ്പൊ മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന് പറയാൻ പോലുമുള്ള യോഗ്യത ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ജി സുധാകരൻ മാറും. ഇനി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഈ രണ്ടും കെട്ടിടത്ത് നിൽക്കേണ്ടി വരും. അപ്പൊ നിലവിൽ കോൺഗ്രസ് നേതാവല്ല, മുസ്ലിം ലീഗിന്റെ നേതാവല്ല, CPM-ന്റെ നേതാവല്ലേ അല്ല, BJP-യുടെ നേതാവല്ല, ഇതൊന്നും അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ജി സുധാകരൻ എന്ന് പറയുന്ന തലമുതിർന്ന നേതാവ് എത്തിച്ചേരും. അവിടെ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടേണ്ടതെല്ലാം പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാകുകയല്ല, ആ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ജി സുധാകരൻ മാറും. അപ്പം അദ്ദേഹത്തിന്റെ മരണസമയത്ത് പിന്നെ ചെങ്കൊടി വിരിക്കണോ, പിന്നെ ത്രിവർണ്ണ പതാക വിരിക്കണോ, അല്ലെങ്കിൽ മീൻസ് അവരുടെ കോൺഗ്രസിന്റെ പതാക വിരിക്കണോ എന്ന് പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തായാലും CPM-മാര് കൂടെ നൊറ്റിയവർക്ക് വേണ്ടിയിട്ട് ചെങ്കൊടി വിരിക്കാൻ പോവില്ല. കാരണം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരിക്കും എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വന്തം പാർട്ടിയെ പോലും, അദ്ദേഹത്തിന്റെ ഭുവനേശ്വർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ പോലും തള്ളി പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ളൊരു പ്രാധാന്യം ജി സുധാകരനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. TK ഗോവിന്ദൻ മാസ്റ്റർ എങ്ങനെ ഇനി ഒരു റവല്യൂഷണറി പാർട്ടി അംഗമാകും, അല്ലെങ്കിൽ ഒരു വിപ്ലവ പാർട്ടിയുടെ അംഗമായ അദ്ദേഹത്തിനെ ഇനി ആരെങ്കിലും അറിയപ്പെടുവോ? ശരിക്കും പറഞ്ഞ TK ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ കണ്ണൂരിൽ നല്ല പിന്നെ മാസ്റ്ററെ എന്ന് വിളിക്കുന്ന രീതിയിൽ ഇപ്പോഴും ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പലരും വിളിക്കുന്നുണ്ട് അദ്ദേഹത്തെ. എന്തുകൊണ്ടാണ്? പാർട്ടിയിൽ നിന്നുള്ള പ്രവർത്തന പരിചയം കൊണ്ടാണ്. പാർട്ടി വിട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു പ്രസക്തിയില്ല. നിലവിൽ 75 വയസ്സിന് മേലെ അദ്ദേഹത്തിന് 75 വയസ്സോളം പ്രായമുണ്ട് TK ഗോവിന്ദൻ മാസ്റ്റർക്ക്. അപ്പൊ അവിടെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലടഞ്ഞു പോകുമെന്നുള്ളതല്ല, അദ്ദേഹത്തിന് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ലഭിക്കേണ്ട ഔദ്യോഗിക ബഹുമതികൾ ഒന്നും തന്നെ ലഭിക്കില്ല. കുഞ്ഞികൃഷ്ണൻ എന്താണ്? വി കുഞ്ഞികൃഷ്ണൻ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. അവരുടെ രാഷ്ട്രീയ ഭാവി ഇരുളടയല്ല, മറിച്ച് പാർട്ടി ഒരു മുതിർന്ന നേതാവിന് കൊടുക്കേണ്ട ഔപചാരികതയോ മാന്യതയോ ഒന്നും ഇനി അവിടെ കിട്ടില്ല. ഇനി തോറ്റുപോയ ഇവരെ കോൺഗ്രസ്സുകാർക്ക് വേണോ? വേണ്ട.
കോൺഗ്രസ്സുകാർക്ക് വേണ്ട അവർക്ക് എങ്ങനെയെങ്കിലും CPM-ന് മുകളിൽ ഒരു വിജയം ഉണ്ടാക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ വേണമായിരുന്നു. അത്രയേ ഉള്ളൂ അവരെ സംബന്ധിച്ച്. ജയിച്ചാൽ മാത്രം അവര് സ്വതന്ത്ര MLA എന്നുള്ള നിലയിൽ അവർക്കൊപ്പം UDF-നൊപ്പം തുടരും. അല്ലാതെ തോറ്റു കഴിഞ്ഞാൽ UDF-ന്റെ ഭാഗമേ അല്ല അവര്. UDF-ന്റെ ഭാഗമല്ല, കോൺഗ്രസിന്റെ ഭാഗമല്ല. എന്ന് വെച്ചാൽ രാഷ്ട്രീയമായി രണ്ടും കെട്ട ഒരു പൊസിഷനിലേക്ക് ഇവർ മാറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം ഇതുമില്ല. പക്ഷെ ഐഷ പോറ്റി ബുദ്ധിമതിയായിരുന്നു. ഐഷ പോറ്റി എന്ത് ചെയ്തു? കോൺഗ്രസിലേക്ക് മാറി. ഐഷ പോറ്റി തോറ്റു കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് പ്രവർത്തകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഐഷ പോറ്റിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, കോൺഗ്രസ് മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലം അവർ കോൺഗ്രസ് പ്രവർത്തകയായിട്ട് നിൽക്കും. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്നെ അന്നേരമായിരിക്കും ഈ കോൺഗ്രസ്സുകാരുടെ തനിക്കുണം പുറത്തേക്ക് അറിയാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവർ തൽക്കാലം വണ്ടിയൊക്കെ വിട്ടുകൊടുത്തത്. ഈ കോൺഗ്രസ് ഇത് കഴിയുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാർക്ക് വേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പ് വണ്ടി കിട്ടിയില്ലെങ്കിൽ ഐഷ പോറ്റി പിണങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോ വണ്ടി ഇല്ലൊന്നുമില്ല. തോറ്റു കഴിഞ്ഞാല് ഇത് കഴിഞ്ഞാലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിയെ പരിഗണിക്കുകയേ ഇല്ല. കാരണം അവിടെ നിന്ന് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ പിന്നീട് ഒന്നാമത് വനിതാ നേതാക്കന്മാർക്ക് അവിടെ ഒരു പ്രാധാന്യം ലഭിക്കാത്തൊരു സാഹചര്യം. അപ്പൊ ഇത് വിസ്മയം ആയതുകൊണ്ട് മാത്രം സീറ്റ് കിട്ടിയത്. ഐഷ പോറ്റി കൊടുക്കില്ല. എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഐഷ പോറ്റി സീറ്റ് കൊടുക്കേണ്ടത്? ഇത്തവണ CPM-ന്റെ വോട്ടുകൾ അത്രയും ഐഷ പോറ്റി പിടിച്ചു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദാരുണമായ അവസ്ഥയിലേക്ക് പോകും. കോൺഗ്രസ്സുകാർ തള്ളിപ്പറയും. ഇനി ഒരു വട്ടം കൂടി ഐഷ പോറ്റിക്ക് മത്സരിക്കാനുള്ള ഒരു സ്പേസ് അവർ കൊടുക്കില്ല. എന്നുവെച്ചാൽ തോറ്റു കഴിഞ്ഞാൽ ഈ നേതാക്കൾ പി കെ ശശിയൊക്കെ ചവറ് പോലെടുത്ത് പുറത്ത് കളയുന്നേ. PK ശശി ആണെങ്കിലും, കുഞ്ഞികൃഷ്ണൻ ആണെങ്കിലും, DK ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും, G സുധാകരൻ ആണെങ്കിലും, ഇനി സുരേഷ് കുമാർ കൈപ്പത്തിയിലും കണ്ട മത്സരിക്കുന്നു. സുരേഷ് കുമാറിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. അല്ലാതെ വേറെ ആരെയും അവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആരും തന്നെ ഇവരെയൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? നല്ല യൂത്തന്മാരെയല്ല ഇനിയിപ്പോ പാർട്ടിക്ക് വേണ്ടത്. ജെൻസി എത്തിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും വേണ്ട യൂത്തന്മാരെയാണ് വേണ്ടത്. യൂത്തന്മാരെല്ലാം പേരുദോഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുക വേറൊരു കാര്യം. അപ്പം ഈ യൂത്തന്മാരെയല്ലേ വേണ്ടത്. യൂത്തന്മാർക്ക് പകരമായിട്ട് ഈ പ്രായമുള്ളവരെ കൊണ്ടിട്ട് എന്ത് ചെയ്യാനാ? അടുത്ത 5 വർഷം കഴിയുമ്പോൾ അവർക്കെല്ലാം 80 വയസ്സ് 85 വയസ്സൊക്കെ ആവും പലർക്കും. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും അടുത്ത തവണ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രതിസന്ധികൾ ഇനിയിപ്പോ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതായത് CPM-ൽ നിൽക്കുമ്പോൾ മുതിർന്ന ഒരു സഖാവെന്ന രീതിയിൽ ലഭിക്കേണ്ട യാതൊരു ബഹുമാനവും ഔപചാരികതയും സ്നേഹവും എന്താ പറയാ ഒന്നും ഇനിയും CPM-ൽ നിന്ന് ഈ നേതാക്കന്മാരും പ്രതീക്ഷിക്കുകയേ വേണ്ട. അതായത് G സുധാകരൻ അടക്കമുള്ള, DK ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള, V കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ഒരു നേതാക്കന്മാരും പ്രതീക്ഷിക്കേണ്ട. ഇനി അഥവാ ഇവർക്ക് ഇനി തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ലഭിക്കേണ്ടതായ യാതൊന്നും അവർക്ക് കിട്ടാനും പോകുന്നില്ല. എന്ന് വെച്ചാൽ രണ്ടും കെട്ട ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന മതിൽ ചാടിപ്പോയ നേതാക്കന്മാരെല്ലാം ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.